ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്, വലിയ സവാളയാണ്. അതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ഞാനൊരു വലിയ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ഒരുപാട് വഴണ്ട് വരുമൊന്നും വേണ്ട. ഒന്ന് ആവുമ്പോഴത്തേനും പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്ര മസാലയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും മുളകും മഞ്ഞളൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് ചിക്കൻ വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. എനിക്ക് വേവിച്ച ഒരു ടേസ്റ്റിനെക്കാട്ടി ഇഷ്ടം ഫ്രൈ ചെയ്തതാണ്. വേവിച്ച ഒരു പച്ച ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം, വേവിച്ചിട്ടും ഉണ്ടാക്കാം. ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, മീഡിയം സൈസ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും ആ ചിക്കനും ആ മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട്ലേറ്റിൻ്റെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഈ കൈ വെച്ചിട്ടെല്ലാം നന്നായിട്ടൊന്ന് കാറിയതിന് ശേഷം ആ പൊടിയാതെ കിടക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഓരോ ഉരുളെടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട്, കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തിയെടുത്തിട്ട് ഏത് ഷേപ്പാണ് വേണ്ടത് അതിൽ വെച്ച് അമർത്തിയിട്ട് കയ്യിൽ വെച്ചിട്ടല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യാം, എന്തെങ്കിലും പാത്രത്തിന് അടപ്പ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള ചെയ്യുന്നൊരു ടൈപ്പ് ഇതൊക്കെ പാത്രമൊക്കെ ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അത് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാതും ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതേ ഷേപ്പിൽ റൗണ്ടിലാണ് ഞാൻ ആക്കുന്നത്. എടുത്തിട്ട് മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. നമുക്ക് റസ്ക് പൊടിയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാ കട്ട്ലേറ്റ് നമുക്കിത് ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. നമ്മുടെ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഉറപ്പായിട്ടിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഫ്രൈ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, ഓയിലാണ് ഒഴിച്ചു കൊടുത്തുള്ളത്. ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ കട്ട്ലേറ്റ് വരുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കണ്ട, കാരണം ഇത് പെട്ടെന്ന് തന്നെ എണ്ണ നാശവും. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കട്ട്ലേറ്റ് ഇതേപോലെ തന്നെ ബീഫ് വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട്ലേറ്റ് പിന്നെ അധികം വേവാനൊന്നുമില്ല, ഒക്കെ വെന്തതായതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് മേൽഭാഗമൊന്നും വിരിഞ്ഞു വന്നാൽ തന്നെ നമുക്കത് എടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഇവിടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്
നോമ്പൊക്കെ അല്ലേ, അപ്പോൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി, അപ്പോൾ ഞാൻ ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തതാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, ചിക്കൻ കട്ട്ലേറ്റും എല്ലാ കട്ട്ലേറ്റും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക, ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കട്ട്ലേറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരാം, പുതിയ ഈസി റെസിപ്പിയൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.